ഗബ്രിയും റസ്മിനും ആദ്യം പുറത്തായപ്പോഴും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. റസ്മിൻ ജാസ്മിനെ പലതും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് റസ്മിന് തിരിച്ചടിയായിട്ട് മാറിയിട്ടേ ഉള്ളൂ. ലക്ഷ്യം ജയിക്കണം എന്നുള്ളതാണ്. പുറത്തു നടക്കുന്ന മെയിൻ കാര്യങ്ങളെല്ലാം റസ്മിനും ഗബ്രിയും കൂടെ ജാസ്മിന് പറഞ്ഞു കൊടുത്തു. റസ്മിനാണെങ്കിൽ വാണിംഗും കിട്ടി. ഇതെല്ലാം കേട്ട് ജാസ്മിൻ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ റസ്മിനും ഗബ്രിയും അടിയുമായി. അതിലായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഗബ്രി പുറത്തുപോയി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതല്ലേ, പിന്നെയും എന്തിനാ പഴയ പോലെ ആവുന്നത്? ഫിനാലിയിലേക്ക് ഒരു ദിവസം ബാക്കി നിൽക്കെ ജാസ്മിനെ ചില്ലാക്കി നിർത്താതെ പുറത്തു പോയാൽ ആരുമില്ലേലും ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാമോ? ജാസ്മിന് വേണ്ടി കുറെ സമയം കളഞ്ഞ് സ്വന്തം കളിയുടെ ഗതി തന്നെ മാറിപ്പോയ ഒരാളാണ് റസ്മിൻ. റസ്മിന് പക്ഷെ അത് മനസ്സിലായി. ആ തിരിച്ചറിവൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കും. ഗബ്രിയാണെ എണ്ണി എണ്ണിയത് പറഞ്ഞു കൊടുക്കും. അറിഞ്ഞു കഴിഞ്ഞ് മൂലയിലിരിക്കും. അത് ഇവന്മാർ പ്രോമോയുമാക്കും. റസ്മിന് ഗബ്രിയുടെ ജാസ്മിനുമായിട്ടുള്ള സംസാരമെല്ലാം കേട്ടിട്ട് കലി കയറിയിട്ട് അപ്സരെ വിളിച്ചോണ്ട് പോയി ഒതുക്കത്തിൽ സംസാരിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഗബ്രിക്ക് നെഗറ്റീവ് വന്ന പോലെ ജാസ്മിനും ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗബ്രിയുടെ ഭാഗം ന്യായീകരിക്കലാണ് അവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ദിവസമുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന ആരാണെങ്കിലും പ്രേക്ഷകർ അവർക്ക് വോട്ട് ചെയ്യും. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു പ്രൊമോ കൂടെ വരും. നന്നായി കളിച്ചവർ തന്നെ വിജയിക്കട്ടെ. മത്സരാർത്ഥികൾ തമ്മിൽ വലിയ ലീഡിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ വിന്നർ ആരാണെന്ന് ഇന്ന് വൈകിട്ട് അറിയാൻ സാധിക്കും.